അപ്പോൾ ഈ 2019 മുമ്പ് പഠിച്ചവർക്കാണെങ്കിൽ അവർക്ക് ആ ഡിഗ്രി K4 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? B.Ed ഇല്ലാതെ തന്നെ JLT അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കേട്ടറ്റിന് അപ്ലൈ ചെയ്തവരെ എങ്ങനെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യമാണ് പറയുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് നല്ല പഠനത്തിലാണെന്ന് വിചാരിക്കുന്നു. അതിൽ കേട്ടറ്റ് 4നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. കുറേ പേർക്ക് ഒരുപാട് സംശയമുള്ള ഒരു ഏരിയ ആണ് കേട്ടറ്റ് 4 എന്ന് പറയുന്നത്. അപ്പോൾ കേട്ടറ്റ് 4ന്റെ കാര്യങ്ങളും അതെങ്ങനെ പഠിക്കണം തുടങ്ങിയവയൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടറ്റ് 4 എന്ന് പറയുമ്പം അറിയാം ആർക്കാണ് എഴുതേണ്ടത് എന്നറിയാം. സ്പെഷ്യൽ ആയിട്ട് UP സ്കൂളിലൊക്കെ ലാംഗ്വേജ് ടീച്ചർ ആകുന്നവര് ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാം ആണ് കേട്ടറ്റ് 4 എന്ന് പറയുന്നത്. ലാംഗ്വേജ് ടീച്ചേഴ്സ് മാത്രമല്ല, ഹൈസ്കൂൾ ലെവൽ വരെയുള്ള സ്പെഷ്യൽ ടീച്ചേഴ്സ് ഉണ്ട്. ക്രാഫ്റ്റ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ടീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ലാംഗ്വേജ് ടീച്ചേഴ്സിൽ അറബിക്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഉറുദു ഇതൊക്കെയാണ് അല്ലെ നമ്മുടെ സ്കൂളുകളിലുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ അവരില് അപ്പർ പ്രൈമറി വരെ പഠിപ്പിക്കാനായിട്ട്, അതായത് UP സ്കൂൾ വരെ പഠിപ്പിക്കാനായിട്ടാണ് ഏതിന്റെ ആവശ്യമുള്ളത്? ഈ K4ന്റെ ആവശ്യമുള്ളത്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും അതുപോലെ ക്രാഫ്റ്റ്, ആർട്സ് തുടങ്ങിയിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ ഏത് പാസ്സായിരിക്കണം? ഈ K4 പാസ്സായെങ്കിൽ മാത്രമാണ് എവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ? നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഓൾറെഡി അതിന്റെ അപ്ലിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടുതലായിട്ട് ഇതിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ 2019 ശേഷം, അതായത് കഴിഞ്ഞ കേട്ടറ്റിൽ വന്നൊരു മാറ്റമാണ്. 2019 ശേഷം ഡിഗ്രി പാസ്സായവരാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും DLED അല്ലെങ്കിൽ B.Ed പാസ്സാകണം എന്നുള്ളതായിരുന്നു. ഓക്കെ, 2019 മുമ്പാണെങ്കിൽ അവർക്ക് ഡിഗ്രി മാത്രം വെച്ച് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. 2019 ശേഷമാണെങ്കിൽ DLED അല്ലെങ്കിൽ എന്താണ് B.Ed നിർബന്ധമാണെന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ക്വാളിഫൈ ആയതിനു ശേഷം DLED അല്ലെങ്കിൽ B.Ed പാസ്സായാൽ മതി എന്നൊരു റൂളും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയുമൊക്കെയാണ് ക്വാളിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്കിനി അടുത്ത കേട്ടറ്റ് വരുമ്പോഴാണ് കാര്യമുള്ളൂ അല്ലെ. കാരണം എന്താണ്, അടുത്ത കേട്ടറ്റിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് നമുക്കിതും കൊണ്ട് ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത കേട്ടറ്റ് വരുമ്പോഴേക്കും അതൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഈ കേട്ടറ്റിന് അപ്ലൈ ചെയ്തവരെ എങ്ങനെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിന്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 30 മാർക്ക് സൈക്കോളജി, 40 മാർക്ക് ലാംഗ്വേജ്. ഇതിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും, ഇംഗ്ലീഷോ മലയാളമോ അല്ലെങ്കിൽ ഏതാണ് തന്നിരിക്കുന്ന ലാംഗ്വേജിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി സബ്ജക്റ്റ് ആണെങ്കിൽ എത്ര മാർക്കാണ്? 80 മാർക്കാണ്. അറബി എഴുതുന്നവർക്ക് അറബി 80 മാർക്ക്, സാൻസ്ക്രിറ്റ് എഴുതുന്നവർക്ക് അത് 80 മാർക്ക്, അല്ലെങ്കിൽ എന്താണ് ഉറുദു എഴുതുന്നവർക്ക് അത് 80 മാർക്ക്. അങ്ങനെ ടോട്ടല് 150 മാർക്കിലാണ് ഈ ഒരു സിലബസ് അനുസരിച്ചിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ K4 എടുക്കുന്നവരുടെ അടുത്ത് അല്ലെങ്കിൽ K4 പഠിപ്പിക്കുന്നവരുടെ അടുത്ത് അല്ലെങ്കിൽ എന്താണ് K4 എക്സാം എഴുതുന്നവരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, അവരുടെ സബ്ജക്റ്റില് അവർക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അവർക്ക് മാർക്ക് പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു ജനറൽ ആയിട്ടുള്ള സൈക്കോളജിയും അതുപോലെ തന്നെ ലാംഗ്വേജ് പോർഷൻസും ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും അതിന് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് നൽകുന്നില്ല എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ സബ്ജക്റ്റ് എത്ര മാർക്ക് ഉണ്ട്? 80 മാർക്കിനുണ്ട് അല്ലെ. അപ്പൊ 80 മാർക്ക് ഇനി കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് എത്ര മാർക്ക് വേണം? 90 അല്ലെങ്കിൽ 82 മാർക്കാണ് വേണ്ടത് അല്ലെ. നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അതില് സബ്ജക്റ്റ് 80 മാർക്കിലുണ്ട്, 90 മാർക്ക് അല്ലെങ്കിൽ 82 മാർക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് K4 പാസ്സാകാവുന്നതേ ഉള്ളൂ. എന്നിട്ടും എന്താണ്, ഈ ഒരു പാസ്സാകുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ അതിന്
നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തവണത്തെ കേട്ടറ്റ് 4 നിങ്ങൾക്ക് പാസ്സാകാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. എന്താണ്, 80 മാർക്ക് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ളതിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏതൊക്കെയാണ്? സൈക്കോളജിയും ലാംഗ്വേജും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം എന്താണ്, ഇവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുണ്ട്. അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് അധികം മാർക്കൊന്നും വേണ്ട. ഇവിടെ ഒരു 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബാക്കി എന്ത് ചെയ്താൽ മതി? ബാക്കി 40 മാർക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് സ്കോർ ചെയ്താൽ മതി. ഈ 2 സബ്ജക്റ്റിൽ നിന്നും സ്കോർ ചെയ്താൽ മതി. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലരും ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എക്സാം എഴുതുന്നവരാണ്. അപ്പൊ അവര് BEd അല്ലെങ്കിൽ DLEd ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സൈക്കോളജി അല്ലെങ്കിൽ ലാംഗ്വേജ് പോലുള്ള ഏരിയാസിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റാത്തത്. പക്ഷെ എന്താണ്, നമുക്കത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ മലയാളത്തിലും, ഇപ്പൊ സൈക്കോളജി ആണെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ലാംഗ്വേജ് ആണെങ്കിൽ അതാത് ലാംഗ്വേജിലും തന്നെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടം പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ എളുപ്പത്തിലൊന്നും അല്ലെങ്കിലും നമ്മളൊന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ, PYQ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വരുന്ന കുറേ സ്ഥിരം ഏരിയാസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി എക്സാം ഡേറ്റ് വന്നു, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങളൊരു 3 മണിക്കൂറാണ് പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ, കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, 3 മണിക്കൂറാണ് പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ അവിടെ 2 മണിക്കൂറും നിങ്ങൾ ഏതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക? ഈ സൈക്കോളജിക്കും ലാംഗ്വേജിനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാതെ തന്നെ നിങ്ങൾ ഓക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് മാർക്ക് പോകുന്ന ഏരിയാസും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്വാളിഫയിങ് മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ സപ്പോസ് 3 മണിക്കൂർ ആണെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തും? രാവിലെ 1 മണിക്കൂർ ഇരിക്കുക, അല്ലെങ്കിൽ എന്താണ് വൈകുന്നേരം 2 മണിക്കൂർ ഇരിക്കുക. അങ്ങനെ നിങ്ങളൊന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു കുറച്ച് ദിവസം പഠിച്ചു നോക്കിക്കേ. അടുത്തൊരു കേട്ടറ്റ് 4 നമുക്ക് എഴുതേണ്ടി വരില്ല. കാരണം എന്താണ്, നമുക്ക് ഇതിൽ നിന്ന് തന്നെ പാസ്സാകാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു ഉഷാറോടുകൂടെ വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും നാള് ഈ ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പഠന സ്ട്രാറ്റജി ഒന്ന് നിങ്ങൾ മാറ്റണം. നിങ്ങൾ എന്ത് ചെയ്യുക? അതിനും കൂടെ ഒന്നെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, നമ്മുടെ ജനറൽ ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുറച്ച് അധികം നേരം പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, പലർക്കും എന്താണ് ഈ K4 എഴുതിയിട്ട് എന്താണ് നേട്ടം എന്നുള്ളതിനെ പറ്റി വലിയൊരു ധാരണയില്ലാത്തവരുണ്ട്. അപ്പൊ നമുക്കറിയാം JLT തുടങ്ങിയിട്ടുള്ള എക്സാംസ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണ് അല്ലെ. JLT അറബിക്ക്, JLT ഹിന്ദി പോലുള്ള എക്സാംസ് എപ്പോഴും വിളിക്കുന്നതാണ്. നല്ലൊരു സാലറി സ്കെയിലോട് കൂടെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് JLT എന്ന് പറയുന്നത്, ജൂനിയർ ലാംഗ്വേജ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ K4ന്റെ ആവശ്യമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ 2019 മുമ്പ് പഠിച്ചവർക്കാണെങ്കിൽ അവർക്ക് ആ ഡിഗ്രി K4 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? BEd ഇല്ലാതെ തന്നെ JLT അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾക്കൊരു മികച്ച അവസരമാണ് K4 പാസ്സായിട്ടുണ്ടെങ്കിൽ. അപ്പം അത് ഓർക്കുക, നമുക്ക് എപ്പോഴും പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇത് പാസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഓർക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഒന്ന് തീക്ഷ്ണതയാകുക. അപ്പൊ ഈ ഒരു അവസരങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞിട്ട് നല്ല രീതിയിൽ പഠിക്കുക. കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും പഠിക്കുക. പഠിക്കുമ്പോൾ എന്തിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജനറൽ ടോപ്പിക്സ് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ PYQs വെച്ച് പഠിക്കുക. കാരണം എന്താണ്, നമുക്ക് അറിയാനായിട്ട് പറ്റും. PYQ ഉപയോഗിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എക്സാം ഹാളിൽ കയറുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴുള്ള ഒരു പേടിയുണ്ടല്ലോ, അത് മാറിക്കിട്ടും നമ്മൾ PYQ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ പഠനം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തവണത്തെ K4 പാസ്സാകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇനിയും കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാകും. ഇപ്പൊ ചിലരൊക്കെ ആണെങ്കിൽ ഈ തവണത്തെ ഒരു കേട്ടറ്റ് 4 അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അടുത്ത തവണത്തെ കേട്ടറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട്
ഉണ്ടാകും, അവിടെ ക്വാളിഫിക്കേഷനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഇനി ഞാനിപ്പോൾ ഒരു ചുരുക്കത്തിലാണ് പറഞ്ഞത് എങ്ങനെ പഠിക്കാം എന്നുള്ളത് K4 പാസ്സാകാനായിട്ട്. അപ്പോൾ ലാംഗ്വേജ് അല്ലെങ്കിൽ എന്താണ് ഈ സൈക്കോളജി പോലുള്ള സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കുമെന്ന് ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഡിസംബർ 10-ാം തീയതി 7 മണിക്ക് നമ്മുടെ ശ്രീകലാ മിസ് എത്തുന്നുണ്ട്. ഒരു ഫ്രീ വെബിനാറുമായിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ K4നെ സംബന്ധിച്ചിട്ടുള്ള എന്ത് ഡൗട്ടുകളാണെങ്കിലും അത് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും K4നെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് തന്നിരിക്കുന്ന ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. എന്നാണ് വെബിനാർ നടക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകണ്ട. 10-ാം തീയതി ഡിസംബർ 10-ാം തീയതി വൈകുന്നേരം രാത്രി 7 മണിക്കാണ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അതിലും കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ K4 പഠനം നല്ല ഉഷാറാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആരും മറക്കണ്ട ഈ ഒരു വെബിനാറിന്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് പോവുക. ഈ തവണത്തെ കേട്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്